ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബംഗ്ലാദേശ് റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് സമയമൊന്നും മെനക്കിടേണ്ട കാര്യമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും. ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിനായിട്ട് ഒരു പാത്രം സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ 1-2 ടീസ്പൂൺ ഉപയോഗിക്കുന്ന പോലെയല്ല, കുറച്ചധികം എണ്ണയുടെ ആവശ്യമുണ്ട് കേട്ടോ ഇതിന്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ചതിന് ശേഷം മാത്രം ഇനി പറയുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. ഞാനിവിടെ 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. എരിവനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഈ എണ്ണയിലിട്ട് മൊരിയിച്ച വറ്റൽമുളക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 13 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റ് കുറച്ച് മുന്തി നിൽക്കുമ്പോഴാണ് ഈ റെസിപ്പിക്ക് ഒരു ടേസ്റ്റ്. ഇതുപോലെ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇനി അതിനുശേഷം അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതൊക്കെ എണ്ണയിലിട്ട് മൊരിയിച്ചെടുക്കുന്ന സമയത്ത് തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബിരിയാണിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള റെഡിയാക്കി എടുക്കൂലേ, അതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പം നോക്കുമ്പോഴേക്കും ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഓൾറെഡി പുഴുങ്ങി മാറ്റി വെച്ചിരുന്നതാണ്. ആ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിനെ നമുക്ക് ഇതുപോലെ പകുതി വെച്ച് മുറിച്ചതിന് ശേഷം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കോരി മാറ്റി വയ്ക്കാം. ഇനി എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഒരു വലിയ സൈസ് തക്കാളി ഇതുപോലെ എണ്ണയിലേക്ക് പകുതി മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം മറ്റേ സൈഡ് തിരിച്ചിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി കൈ വെച്ച് നന്നായിട്ട് ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുക്കാം. അതുപോലെ ബാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇതുപോലെ നന്നായിട്ട് ഞെരടി കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എല്ലാ ഐറ്റംസും ഇതുപോലെ വിരവി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഓരോ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. ഈ രീതിയിൽ തന്നെ പല വെറൈറ്റിയിൽ ഇത് തയ്യാറാക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ആലു ബോർത്തയാണ്. ഇതുപോലെ തന്നെ ടൊമാറ്റോ ബോർത്ത ഉണ്ടാക്കാം, ബ്രിഞ്ചോൾ ബോർത്ത ഉണ്ടാക്കാം. ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതനുസരിച്ചാണ്. അങ്ങനെ ഏത് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയാലും ഇതുപോലെ ആദ്യം എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെറും ചോറും ഇതിലെ ഒരു ഉരുളയും തന്നെ ധാരാളം. ഒരുപാട് ചോറ് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. മറക്കാതെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.